ഡൽഹിയിൽ പ്രതിഷേധമിരമ്പി ചലോ സൻസദ്. സമരത്തിൽ നേരിട്ട് സാന്നിധ്യം അറിയിച്ച് അവതാരക രഞ്ജിനി ഹരിദാസ്. നിശബ്ദയായിരിക്കാനാവില്ലെന്ന് പ്രതികരണം. ഷെയർ ചെയ്ത പോലത്തെ ആരും റീഷെയർ ചെയ്തിട്ടില്ല. അത് കണ്ടിട്ട് ആൾക്കാർ എന്നെ വിളിച്ചു ചോദിച്ചു എനിക്ക് അസുഖം വന്ന എൻ്റെ അക്കൗണ്ട് ഹാക്ക് ആയോ എന്ന്. അത്രയധികം ഞാൻ റീപോസ്റ്റും റീഷെയറും ചെയ്തൊരു സംഭവമാണ് ഈ ഒരു ടോപ്പിക്. ബിക്കോസ് അതെന്നെ എവിടെയോ ഒന്ന് അൺകംഫർട്ടബിൾ ആക്കി. നമ്മളൊരു സിറ്റിസൺ ഓഫ് ദ കൺട്രി ആകുമ്പം ചില കാര്യങ്ങൾ ഇപ്പം ഞാൻ വളരെയധികം പട്ടികൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ്, ഞാൻ വളരെയധികം LGBTQ വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇതും എന്നെ അതുപോലെ തന്നെ ഒന്ന് അൺകംഫർട്ടബിൾ ആക്കി. പക്ഷേ സോനം വാങ്ചുക് ജീനെ സത്യാഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന് ഒരു 20ഓ 21ാമത്തെ ദിവസം സ്റ്റേജിൽ നിന്നും അവരെടുത്തുകൊണ്ട് പോയ രീതി അത് അക്സെപ്റ്റബിൾ അല്ല. ഇന്ത്യ എന്ന രാജ്യത്ത് ആ ഒരു അപ്രോച്ച്, ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ സഹിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് ഗവൺമെന്റ് ആരായാലും. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെയും സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് ഉൾപ്പെടെയുള്ളവർക്കെതിരെയുള്ള ഭരണകൂട നടപടികൾക്കെതിരെയും പ്രതിഷേധിക്കാൻ കഴിഞ്ഞ ദിവസമാണ് രഞ്ജിനി കൊച്ചിയിൽ നിന്നും ഡൽഹിയിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് യാത്ര തിരിച്ചത്. പ്രതിഷേധ സ്ഥലത്ത് അടിസ്ഥാന സൗകര്യങ്ങളോ ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ തങ്ങൾ പെട്ടുപോയ അവസ്ഥയിലായിരുന്നുവെന്ന് രഞ്ജിനി പ്രതികരിച്ചു. നമ്മൾ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിയവർ ജനങ്ങളോട് മറുപടി പറയാൻ ബാധ്യസ്ഥരാണെന്നും സോനം വാങ്ചുകിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത രീതി ഒരു ജനാധിപത്യ രാജ്യത്ത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും രഞ്ജിനി തുറന്നടിച്ചു. ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെയുള്ള നീക്കമല്ലെന്നും രാജ്യം നേരിടുന്ന ഈ പരീക്ഷാ ചോർച്ചകളും പ്രതിസന്ധികളും കണ്ട് നിശബ്ദയായിരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് താൻ നേരിട്ട് സമരമുഖത്തേക്ക് എത്തിയതെന്നും രഞ്ജിനി ഹരിദാസ് വ്യക്തമാക്കി. ന്യൂസ് 99 ന്യൂസ്, ഡൽഹി.